ക്രിസ്തുവേശുവിന്റെ നിസ്തുല്യമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നെ ശ്രദ്ധിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹവന്ദനം. ഇത്തരം ഒരു പ്ലാറ്റ്ഫോമിലൂടെ സ്പീക്കിംഗ് ദ ട്രൂത്ത് ഇൻ ലവ് എന്ന ഫേസ്ബുക്ക് കൂട്ടായ്മയിലൂടെ ഇന്നത്തെ ധ്യാന പ്രസംഗം പറയാനായിട്ട് എനിക്ക് ലഭിച്ച അവസരത്തിന് ഞാൻ മനഃപൂർവ്വമായി ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് ഇന്ന് കമ്മ്യൂണിയൻ ഓഫ് ചർച്ചസ് ഇൻ ഇന്ത്യ CCIയുടെ ആഭിമുഖ്യത്തിൽ CNI മാർത്തോമ ഐക്യ ഞായറായിട്ട് പ്രത്യേകം വേർതിരിച്ചിരിക്കുകയും ആയുധമേള ബന്ധത്തിലുള്ള ആലോചനകളും ആരാധനകളും നടക്കുകയും ചെയ്യുന്ന സന്ദർഭങ്ങളാണല്ലോ. CNI ആൽമനാക്ക് അനുസരിച്ച് ഇതുമായി ബന്ധപ്പെട്ട് ക്രമീകരിച്ചിരിക്കുന്ന തീം എന്നത് പ്രീച്ചിങ് ആൻഡ് ദ വേ വി ലിവ് എന്നതാണ്. പ്രീച്ചിങ് ആൻഡ് ദ വേ വി ലിവ്. അതിനാസ്പദമായി ഉപയോഗിച്ചിരിക്കുന്ന പാഠഭാഗങ്ങൾ ജെറമിയ ചാപ്റ്റർ 5 വേഴ്സസ് 20 to 31, സാം നമ്പർ 62, റോമൻസ് ചാപ്റ്റർ 2 വേഴ്സസ് 17 to 24, മാത്യു ചാപ്റ്റർ 23 വേഴ്സസ് 1 to 12. ഇന്നത്തെ നമ്മുടെ വചന കേൾവിക്കായി മത്തായി സുവിശേഷം 23 അധ്യായം 8 മുതൽ 12 വരെയുള്ള വേദഭാഗങ്ങൾ നമുക്ക് വായനാ ഭാഗമായിട്ട് അതേപോലെ തന്നെ ഇന്നത്തെ ധ്യാനത്തിനുള്ള ഭാഗമായിട്ടും ഉപയോഗിക്കാം. But you are not to be called a rabbi, for you have only one master, and you are all brothers, and do not call anyone on earth father, for you have one Father, and he is in heaven. Nor are you to be called teacher, for you have one teacher, the Christ. The greatest among you all will be your servant. For whoever exalts himself will be humbled, and whoever humbles himself will be exalted. ഇന്ന് ഐക്യ ഞായറായിട്ട് സഭ വേർതിരിച്ചിരിക്കുന്നു. യൂണിറ്റി സൺഡേ എന്ന രീതിയിൽ നാം അതിനെ ക്രമീകരിച്ചിട്ടുണ്ട്. CNI മാർത്തോമ യൂണിയനെ പറ്റി ചിന്തിക്കുന്ന ഒരു അസുലഭ അവസരം കൂടിയാണ്. ഐക്യം എന്നത് പല അർത്ഥത്തിലും തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്ന കാലത്താണ് നാം ഇത്തരം ഒരു വിഷയത്തെ പറ്റി ചിന്തിക്കുന്നത്. ഐക്യം എന്നത് അധീനപ്പെടുത്തലാണോ പിടിച്ചടക്കലാണോ എന്നൊക്കെയുള്ള സംശയങ്ങളും തർക്കങ്ങളും ഒക്കെ നാം ഈ കാലഘട്ടത്തിൽ കാണുന്നു. ഒരു ട്രഡീഷന്റെ മുകളിൽ മറ്റൊരു ട്രഡീഷന്റെ ആധിപത്യമാണോ എന്ന തരത്തിലുള്ള സംസാരം. വ്യത്യസ്തതകൾ നിലനിൽക്കുമ്പോൾ പോലും പാരസ്പര്യമായി പരസ്പര ബന്ധിതമായി നിലനിൽക്കുന്നതിനും കൂട്ടുചേരുന്നതിനുമുള്ള ഒരു പരിശ്രമമായിട്ടാണ് ഐക്യചിന്തകളെ നാം പരിഗണിക്കേണ്ടത്. അല്ലാതെ ഇത് അധീനപ്പെടുത്തലോ പിടിച്ചടക്കലോ ഒന്നുമല്ല. ഐക്യപ്പെട്ട ഒരു സഭയായി മാറിയ ഒരു സഭയാണ് CSI സഭ. അതുകൊണ്ട് CSI സഭയുടെ ഫോർമേഷനെ രണ്ടാം പെന്തക്കോസ്ത് അനുഭവമായിട്ടാണ് സഭ വിശേഷിപ്പിക്കുന്നത്. പെന്തക്കോസ്ത് നാളിൽ നാനാ ഭാഷക്കാരും നാനാദേശക്കാരും ഒരുമിച്ച് വൈവിധ്യങ്ങളെ ആഘോഷിച്ച സുലഭമായ അനുഭവത്തെക്കുറിച്ച് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായത്തിൽ വിസ്തരിച്ചെഴുതിയിട്ടുണ്ട്. പർഥരും മേദ്യരും എലാമ്യരും മെസപ്പൊത്യോമ്യക്കാരും പൊന്തോസുകാരും ഇങ്ങനെ വിവിധ സമൂഹങ്ങൾ അവരവരുടെ ഭാഷയിൽ ദൈവത്തിന്റെ വൻ കാര്യങ്ങളെ പ്രസ്താവിച്ചു. പക്ഷെ എല്ലാവർക്കും ഒരേപോലെ കാര്യങ്ങൾ മനസ്സിലായി. അതിന് കാരണമായത് നമ്മുടെ ഭാഷ എന്നതായിരുന്നു. നമ്മുടെ ഭാഷയിൽ അവർ സംസാരിക്കുന്നത് നമ്മൾ കേട്ടുവല്ലോ. അങ്ങനെ ഒരു പ്രയോഗം പ്രവൃത്തികളുടെ പുസ്തകത്തിൽ നാം കാണുന്നുണ്ട്. our own tongues, നമ്മുടെ ഭാഷ. ഒരു പക്ഷേ ഐക്യത്തിനൊക്കെ വിഘാതമായിരിക്കുന്ന, ഐക്യത്തിന് വിലങ്ങുതടിയായിരിക്കുന്ന ഒരു കാര്യം കൂടിയാണ് ഈ നമ്മുടെ ഭാഷ നമുക്ക് നഷ്ടമായി എന്നത്. സഭയ്ക്ക് നമ്മുടെ ഭാഷകൾ നഷ്ടമായി എന്നത് ഐക്യത്തിന്റെ മുൻപിലും പിറകിലുമുള്ള ഒരു വലിയ വൈതരണിയായിട്ട് നിൽക്കുകയാണ്. വൈവിധ്യങ്ങൾക്കും വ്യത്യസ്തതകൾക്കും ഇടയിൽ യൂണിറ്റി അല്ലെങ്കിൽ ഐക്യതയ്ക്ക് എന്താണ് സ്ഥാനമെന്ന് കണ്ടെത്തുന്നതിന്, ഐക്യതയ്ക്ക് എന്താണ് പ്രസക്തി എന്ന് കണ്ടെത്തുന്നതിനുള്ള ഒരു അവസരമായി ഈ ദിവസത്തെ ആരാധനയും അതേപോലെ തന്നെ വചന കേൾവിയും മുഖാന്തരമാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്.
ഡൈവേഴ്സിറ്റി, ഡിഫറൻസസ് രണ്ടും ഉണ്ട്. As we all know, CSI, CNI, and Marthoma Syrian Church sustains in their own diversity. And the same diversity is not for any supremacy rather than submission. ഈ ഡൈവേഴ്സിറ്റികൾ സുപ്രീമസിക്ക് വേണ്ടിയല്ല നമ്മൾ പ്രൊക്ലെയിം ചെയ്യുന്നത്, മറിച്ച് സബ്മിഷന് വേണ്ടിയാണ് എന്ന് ഓർത്തിരിക്കുക. മറ്റൊരു കാര്യമുള്ളത്, CNI, CSI, Marthoma Syrian Church have a lot of differences in between each other. But it should not be result in separation. Instead of separation, നമ്മൾ കൂടുതൽ എന്റർടൈൻ ചെയ്യേണ്ടുന്നതും കൂടുതൽ ആഘോഷിക്കേണ്ടതും സെലിബ്രേറ്റ് ചെയ്യേണ്ടുന്നതും കോഓപ്പറേഷൻ. സോ ഡിഫറൻസസ് സെപ്പറേഷന് കാരണമാകരുത്, കോഓപ്പറേഷന് കാരണമാകണം എന്ന് പറയുന്ന ഒരു ദിവസം കൂടിയാണ് ഇന്ന്. അപ്പോൾ ഡൈവേഴ്സിറ്റിയുടെയും ഡിഫറൻസിന്റെയും ഇടയിൽ ഐക്യതയ്ക്കുള്ള സാധ്യതകളെ കണ്ടെത്താനായിട്ട് എന്താണ് മാർഗം? What are the means which we could be helpful to find unity in diversity and in differences? ചരിത്രത്തിൽ നിന്നും ചില ഓർമ്മപ്പെടുത്തലുകൾ പറഞ്ഞതിന് ശേഷം നമുക്ക് വേദഭാഗത്തേക്ക് വരാമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ചരിത്രം എന്താണ് ഇത്തരം ഒരു യൂണിറ്റിയെ കുറിച്ച് പറയുന്നത്? CSIയുടെ രൂപീകരണത്തിന് വിത്തുപാകിയ ചർച്ചാ സമ്മേളനങ്ങൾ പല സന്ദർഭങ്ങളിലായിട്ട് നടന്നു. അതിലൊന്നാണ് തരംഗമ്പാടി ചർച്ച, ഡിസ്കഷൻ അറ്റ് ട്രാങ്കോബാർ. ചർച്ചയിൽ ഉടലെടുത്ത വാദങ്ങൾ പലതായിരുന്നു. എന്നാൽ നാം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു 3 കൂട്ടം കാര്യങ്ങൾ ഈ ഭാഗത്തുനിന്ന് പറയാനായിട്ട് ഞാൻ ശ്രമിക്കുകയാണ്. ഒത്തിരി കാര്യങ്ങളുണ്ടായിരുന്നു, പക്ഷെങ്കിൽ ഈ ചർച്ചയിലൊക്കെ പ്രധാനമായും നിഴലിച്ച ഒരു 3 കൂട്ടം കാര്യങ്ങൾ. ഒന്ന്, യൂണിയൻ ഈസ് ദ വിൽ ഓഫ് ഗാഡ്. അതായിരുന്നു ചർച്ചയിൽ ഉടനീളം ഉടലെടുത്ത ഒരു ആശയം. യൂണിയൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ വിൽ ഓഫ് ഗാഡ്. Even our Lord and Savior Jesus Christ prayed that we will be one. നമ്മൾ ഒന്നാകണമെന്ന് യേശുവിന്റെ പ്രാർത്ഥന. അതുകൊണ്ട് സഭ ഒന്നിക്കണം. We have one Lord, one faith, one baptism, one Father, one God എന്നുള്ള ആശയം ട്രാങ്കോബാറിലെ ചർച്ചകളിലൊക്കെ ഉരുത്തിരിഞ്ഞിരുന്നു. രണ്ടാമത്, അവരുടെ ചർച്ചകളിലൊക്കെ നിഴലിച്ച ഒരു കാര്യം എന്ന് പറയുന്നത്, യൂണിയൻ ഈസ് എ ടീച്ചിങ് ഫ്രം ദ സ്ക്രിപ്ചർ. ദൈവത്തിന്റെ വചനം നമ്മെ ഐക്യതയ്ക്ക് വേണ്ടി ഓർമ്മപ്പെടുത്തുന്നു. കേവലം മനുഷ്യരുടെ പരിശ്രമം മാത്രമല്ല ഐക്യത. കാലാകാലങ്ങളിൽ നേതൃസ്ഥാനങ്ങളിൽ വരുന്നവർക്ക് ഇഷ്ടമുള്ള രീതിയിലും താല്പര്യത്തിലുമല്ല ഐക്യത ഉണ്ടാകേണ്ടുന്നതും നിലനിർത്തേണ്ടുന്നതും, മറിച്ച് നേതൃസ്ഥാനീയരുടെ നേതൃത്വത്തോടൊപ്പം it is also a teaching of the Bible, the Holy Scripture. ദൈവത്തിന്റെ വചനവും നമ്മെ ഐക്യപ്പെടാനായിട്ട് ഓർമ്മിപ്പിക്കുന്നു എന്നതായിരുന്നു അവരുടെ രണ്ടാമത്തെ നിരീക്ഷണം, ചർച്ചകളിലൂടെ എടുത്ത സംഗതി. അപ്പോൾ ദൈവത്തിന്റെ വചനം ഐക്യത്തിനായി നമ്മെ നിർബന്ധിക്കുന്നു. The Scripture and the Lord is giving us a mandate for the unity. മൂന്നാമതായിട്ട് തരംഗമ്പാടി ചർച്ചകളിൽ ഉടലെടുത്ത ഒരു ആശയം എന്ന് പറയുന്നത്, യൂണിയൻ ഫോർ ദി റീകൺസ്ട്രക്ഷൻ ഓഫ് ഇന്ത്യ ആൻഡ് ഫോർ അവോയ്ഡിങ് ഡിവിഷൻ ഇൻ ബിറ്റ്വീൻ ആൻഡ് വിത്തിൻ അസ്. 1919 കാലയളവിലൊക്കെയാണ് ഈ ചർച്ച ആരംഭിക്കുന്നതും പുരോഗമിക്കുന്നതും. നമുക്കറിയാം ആ കാലഘട്ടത്തിന്റെ പ്രത്യേകത. ഫസ്റ്റ് വേൾഡ് വാർ കഴിഞ്ഞൊരു കാലയളവാണ്. ഇന്ത്യ വല്ലാണ്ട് തകർന്നു നിൽക്കുന്ന ഒരു കാലയളവാണ്. ഫിനാൻഷ്യൽ ക്രൈസിസ്, അതേപോലെ സോഷ്യൽ എക്കണോമിക് ബാക്ക്വേർഡ്നെസ്, പോവേർട്ടി, അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ഇന്ത്യയിൽ അന്ന് നേരിടുന്നുണ്ട്. അപ്പോൾ തരംഗമ്പാടി ചർച്ച നേതാക്കൾ പറയുകയാണ്, let us mourn our past division and turn to our Lord Jesus Christ, seek in him the unity of the body expressed in one visible church. Let us solve the unhappy divisions between us, divisions which we were not responsible and which have been, as it were, imposed upon us from without, divisions which we did not create and which we do not desire to perpetuate. ഇതായിരുന്നു ആ തരംഗമ്പാടിൽ എഴുതി വെച്ച മറ്റൊരു സംഗതി എന്ന് പറയുന്നത്. ഡിവിഷന് കാരണക്കാർ ഞങ്ങളല്ല, ഞങ്ങളുടെ മേലെ അത് അടിച്ചേൽപ്പിച്ചതാണ്. അതുകൊണ്ട് ലെറ്റ് us unite, ചർച്ച ഒന്നാകണമെന്നുള്ള ആശയം ഉടലെടുക്കുകയാണ്.
നമുക്കറിയാം ഇന്ത്യയുടെ ആ ഒരു ഏകത പോലും ആ കാലഘട്ടത്തിലാണ് ഉരുത്തിരിഞ്ഞു വരുന്നത്. 1919, 20 കാലഘട്ടം, 30-നോടടുത്ത് വരുന്ന കാലയളവിലൊക്കെ തന്നെയാണ് ഇന്ത്യയുടെ അഖണ്ഡതയെക്കുറിച്ച്, ഇന്റഗ്രിറ്റിയെ കുറിച്ച്, ഇന്ത്യയുടെ യൂണിറ്റിയെ കുറിച്ചുള്ള ചർച്ചകൾ ഉടലെടുക്കുന്നത്. അതിനോട് ചേർന്ന് തന്നെയാണ് CSIയുടെ ഫോർമേഷന് കാരണമായ തരംഗമ്പാടി ചർച്ചകളും വളരെ കാര്യമായിട്ട് ഈ വിഷയങ്ങളൊക്കെ സ്വീകരിച്ചത്. ഞങ്ങൾ വിഭജനങ്ങളെ വെറുക്കുന്നു. ഇന്ത്യയുടെ ഒരു നല്ല നാളേക്കായി, സാമൂഹിക സാംസ്കാരിക വൈവിധ്യങ്ങളുടെ ആഘോഷങ്ങൾക്കായി ഞങ്ങൾ ഒരുമിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. എല്ലാ നാനാത്വങ്ങളിലും ഞങ്ങൾ ഇന്ത്യയുടെ നന്മയ്ക്കായി ഒരു ഏകത്വത്തിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നു. ഇവിടെ ഞാൻ പറയുന്ന മറ്റൊരു കാര്യം കൂടെയാണ്, നമ്മൾ വളരെ കാര്യമായി ശ്രദ്ധിക്കണം. യൂണിറ്റി ആൻഡ് യൂണിഫോമിറ്റി ഇസ് ഡിഫറെന്റ്. ചിലരുടെ ഒരു ധാരണ യൂണിറ്റി എന്ന് പറഞ്ഞാൽ യൂണിഫോമിറ്റി എന്നാണ്. നോ, അങ്ങനെ ഒരു അർത്ഥമേ ഇല്ല. യൂണിറ്റിക്ക് യൂണിറ്റി എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. യൂണിഫോമിറ്റി എന്ന അർത്ഥം വരാനേ പാടില്ല. അങ്ങനെ വരുമ്പോൾ ഡൈവേഴ്സിറ്റീസ് എല്ലാം നഷ്ടമാവുകയാണ്. ഡൈവേഴ്സിറ്റീസിനെ നമുക്ക് പ്രൊക്ലെയിം ചെയ്യാനും സെലിബ്രേറ്റ് ചെയ്യാനും പറ്റാണ്ട് വരുമെന്നുള്ളതാണ് അതിന്റെ ഒരു പ്രത്യേകത. അപ്പോൾ മറ്റൊരു പെന്തക്കോസ്ത് അനുഭവത്തിലേക്കുള്ള ഒരു സാധ്യത തുറക്കലും കൂടിയായിരുന്നു CCI. ഞാൻ ഇതുവരെ പറഞ്ഞത് CSIയുടെ രൂപീകരണത്തിന് സഹായകരമായ തരംഗമ്പാടി ചർച്ചകളെ കുറിച്ചാണ് പറഞ്ഞത്. ഇനി CSIയും മറ്റൊരു പെന്തക്കോസ്ത് അനുഭവത്തിലേക്ക് ഒരു സാധ്യത തുറക്കൽ ആയിരുന്നു എന്ന് പറയേണ്ടി വരുന്നു. CSI, CNI, മാർത്തോമാ സിറിയൻ ചർച്ച് സഭകളുടെ ഐക്യ പ്രവർത്തന പരിശ്രമങ്ങൾ CCIക്ക് ജന്മം നൽകുന്നതിന് കാരണമായി. These three churches mutually recognize and accept each other's clergy, interpretation of the Bible, creeds, baptism, Eucharist and ministry. അത് ഈ 3 ചർച്ചസും ഒരേപോലെ കാര്യമായിട്ട് പരിഗണിച്ചു. ഇനി ഞാൻ പറയാൻ പോകുന്ന CCIയുടെ ചില തീരുമാനങ്ങൾ, അത് ചരിത്രത്തിൽ എന്തായിരുന്നു, അവയിൽ ചിലത് പറയാനായിട്ടാണ് ശ്രമിക്കുന്നത്. പ്രധാനമായും ഒരു 7 കൂട്ടം കാര്യങ്ങൾ പറയണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഒന്നാമതായി CCI തീരുമാനമെടുക്കുന്നു, the CCI delegation has to visibly manifest the unity, witness and service. രണ്ടാമതായി, to address the issues affecting and threatening life. മൂന്നാമതായി, to focus on issues of peace, justice and integrity of creation. നാലാമതായി, to share and affirm God's love through diaconia. മറ്റൊന്ന്, അഞ്ചാമതായി, തിയോളജിക്കൽ കമ്മീഷൻസിനെ ഫോർമുലേറ്റ് ചെയ്യുന്നു, ടു എക്സ്പ്ലോർ വേസ് ആൻഡ് മീൻസ് ടു എൻഹാൻസ് കോഓപ്പറേഷൻ among churches. ആറാമതായി, ടു സ്റ്റാർട്ട് ദി ബെയർ ഓഫ് വിറ്റ്നസ്. അവസാനമായി ഏഴാമതായി, start the Union efforts of mission in India. ഇങ്ങനെ ഒരു 7 കൂട്ടം ലക്ഷ്യങ്ങളായിരുന്നു ഈ ചർച്ചകളിലൊക്കെ ഉടലെടുത്തത്. 1975 ആരംഭിച്ച ചർച്ച 1976 നമുക്കൊരു യൂണിയൻ എഫേർട്സിലേക്ക് പോകണം മിഷന്റെ കാര്യത്തിൽ നിന്നൊക്കെ ഒരു ചിന്ത വന്നു. ഈ കാര്യങ്ങൾക്കായിട്ട് ഒരു ജോയിന്റ് കൗൺസിൽ രൂപീകരിക്കപ്പെട്ടു. ഒരു പേര് വേണമെന്നുള്ള ചിന്ത വന്നു. CSI സഭ ഒരു പേരിടണമെന്ന് ആഗ്രഹിച്ചു ഈ യൂണിയൻ എഫേർട്സിന്. CSI സഭ ഈ ഐക്യ പരിശ്രമത്തിനിട്ട പേര് ചർച്ച് ഓഫ് ഇന്ത്യ എന്നാണ്. എന്നാൽ CNI മാർത്തോമാ സഭകൾക്ക് ആ പേരിനോട് വലിയ താല്പര്യം തോന്നിയില്ല. പിന്നെയും ചർച്ചകൾ നീണ്ടു. മാർത്തോമാ സഭ മുമ്പോട്ട് വെച്ച പേര് ദ കൗൺസിൽ ഓഫ് ചർച്ചസ് ഇൻ കമ്മ്യൂണിയൻ -CNI, CSI and NTC എന്നാണ്. അതും ഒരു തീരുമാനമായില്ല. എന്നാൽ 1999 ചരൽക്കുന്ന് സമ്മേളനത്തിൽ നമ്മളൊരു തീരുമാനത്തിലെത്തി. അങ്ങനെയാണ് കമ്മ്യൂണിയൻ ഓഫ് ചർച്ചസ് ഇൻ ഇന്ത്യ എന്ന പേര് സ്വീകരിക്കുന്നത്. 2000 കൽക്കട്ടയിൽ വെച്ച് നടന്ന സമ്മേളനത്തിൽ ഈ പേര് ഔദ്യോഗികമായിട്ട് നമ്മൾ എടുക്കുകയും ചെയ്തു. ഇങ്ങനെയായിരുന്നു അതിന്റെ ഒരു രൂപീകരണം. CCI 3 കമ്മീഷനുകൾ രൂപപ്പെടുത്തി. കമ്മീഷൻ ഓൺ മിഷൻ, അതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ടു ഡു ജോയിന്റ് വെഞ്ചർ ഓഫ് ഡൂയിങ് മിഷണറി വർക്ക് ഇൻ ഇന്ത്യ എന്നതായിരുന്നു. അതുകൊണ്ട് നമുക്ക് ആ കാര്യങ്ങളിലൊക്കെ മുൻപോട്ട് പോകാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് വിമർശനപരമായി പഠിക്കേണ്ടതാണ്. അതവിടെ നിൽക്കട്ടെ. രണ്ടാമതായി, കമ്മ്യൂണിയൻ ഓഫ് തിയോളജിക്കൽ മാറ്റേഴ്സ്. തിയോളജിയുമായി ബന്ധപ്പെട്ട്, ദൈവശാസ്ത്രവുമായി ബന്ധപ്പെട്ട് വരേണ്ടുന്ന കാര്യങ്ങൾ ചർച്ച ചെയ്യാനായിട്ടൊരു തിയോളജിക്കൽ ഡെസ്ക്. മൂന്നാമതായി, കമ്മ്യൂണിയൻ ഓൺ പീസ് ആൻഡ് ജസ്റ്റിസ്, ടു ഇന്റർഫിയർ ഇൻ നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ ഇഷ്യൂസ്
കട്ടെയിലിംഗ് പീസ് ആൻഡ് ജസ്റ്റിസ്, അതായിരുന്നു അതിന്റെ ഉദ്ദേശം. ഇങ്ങനെ വൈവിധ്യങ്ങൾ നിറച്ചു വെച്ച ഒരു ഗ്രൂപ്പ് ഓഫ് ഡിസ്കഷൻസ് പല കാലയളവിലായിട്ട് നടന്നു എന്നുള്ളതാണ് വസ്തുത. ഇത്രയും ചരിത്ര വസ്തുതകൾ പറഞ്ഞു വന്നത് ഐക്യ പരിശ്രമങ്ങൾ ഐക്യഞായറിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്നതല്ല എന്ന് ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടി മാത്രമാണ്. അപ്പോൾ ഇത് അതിന്റെ ചരിത്ര പശ്ചാത്തലമാണ്. ഇത്രയും സമയം ഞാൻ വിശദീകരിച്ചു. ഇനിയുള്ള സന്ദർഭത്തിൽ സമയങ്ങളിൽ നമുക്ക് ഇന്നത്തെ ടെക്സ്റ്റ് എന്താണ് നമ്മളോട് പറയുന്നതെന്നൊന്ന് കേൾക്കാം. CSI ആൽമനാക്കിൽ നമ്മൾ കണ്ടത് ട്രഷേഴ്സ് ഇൻ ജാസ് എന്നായിരുന്നു കണ്ടത്. എന്നാൽ CNI ആൽമനാക്കിൽ കൊടുത്തിരിക്കുന്ന ഇന്നത്തെ വിഷയം കുറച്ചുകൂടെ നമ്മുടെ യൂണിറ്റിയുമായി ബന്ധപ്പെടുത്തി ചിന്തിക്കുന്നതിന് കുറച്ചുകൂടെ നന്നായിട്ട് എനിക്ക് തോന്നി എന്നുള്ളത് കൊണ്ടാണ് CNI ആൽമനാക്ക് ഞാൻ ഉപയോഗിക്കുന്നത്, അതിലെ റീഡിങ്സ് ഉപയോഗിക്കുന്നത്. അതിൽ നിന്നും ഒരു 3 കൂട്ടം ചിന്തകൾ ഇന്ന് പങ്കുവെക്കാം വളരെ എളുപ്പത്തിൽ. എന്താണ് ഐക്യഞായറിൽ നമ്മൾ ഓർക്കേണ്ടത്? ഒന്നാമതായി, ഇൻസ്റ്റെഡ് ഓഫ് stubborn ആൻഡ് rebellious heart we need the fear of the Lord. ഒന്നാമതായിട്ട് നിങ്ങളോട് പറയാനുള്ളത് അതാണ്. ഇൻസ്റ്റെഡ് ഓഫ് rebellious ആൻഡ് stubborn heart we need the fear of the Lord. കഠിനമായ ഹൃദയത്തിനും ശാഠ്യമുള്ള മനസ്സിനും അപ്പുറം ദൈവത്തെ കുറിച്ചുള്ള ഒരു ഭയമാണ് വേണ്ടിയത്. ദൈവഭയമില്ലാതെ മനുഷ്യർ ശാഠ്യവും മത്സരവുമുള്ള ഹൃദയങ്ങളുമായി ജീവിക്കുന്നു എന്നതാണ് ജെറമിയായുടെ പരാതി. ജെറമിയ ചാപ്റ്റർ 5 22 മുതൽ 24 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ അത് കാണുന്നുണ്ട്. നാം ദൈവത്തെ ഭയപ്പെടുന്നുണ്ടോ? അതൊരു ചോദ്യമായിട്ട് നമ്മുടെ മുമ്പിൽ എപ്പോഴും നിൽക്കണം. ദൈവഭയം ഇല്ലാത്തതുപോലെയാണ് നമ്മുടെ ചില പ്രവൃത്തികൾ. ദൈവാലയങ്ങൾ പിടിച്ചെടുക്കുന്നു, സ്ഥലം കയ്യേറുന്നു, സെമിത്തേരിയിൽ മൃതദേഹ സംസ്കാരം തടയുന്നു, അഴിമതി, ധൂർത്ത്, പണാപഹരണം, തലവരിപ്പണം, സാമ്പത്തിക തട്ടിപ്പ്, മാതൃകാപരമല്ലാത്ത സ്വകാര്യ ജീവിതങ്ങൾ, തെരുവിലെ തല്ല്, സോഷ്യൽ മീഡിയകളിലെ ചെളിയെറിയൽ, ഇതൊക്കെ കൊണ്ട് വല്ലാണ്ട് ശബ്ദമുഖരിതമായ ഒരു അന്തരീക്ഷത്തിലാണ് 21-ാം നൂറ്റാണ്ടിൽ നാം ജീവിക്കുന്നതും. അത്തരം ഒരു അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ടാണ് നാം ഐക്യ ഞായറിനെ പറ്റി സംസാരിക്കുന്നത്. നോക്കൂ, stubborn rebellious ഹാർട്ടിന്റെ പ്രതിഫലനങ്ങളാണ് ഇതെല്ലാം തന്നെ. ഞാൻ ഈ പറഞ്ഞതൊക്കെ തന്നെ stubborn ആൻഡ് rebellious ഹാർട്ട്, ദൈവഭയമില്ലാതെ ഹൃദയ കഠിനതയും ശാഠ്യവും മനുഷ്യരുടെ ഉള്ളിൽ വന്നതുകൊണ്ടുള്ള ഓരോ പ്രയാസങ്ങളാണ് നമ്മൾ ഈ പേര് പറഞ്ഞ് ഓരോന്നും എടുത്തു നോക്കിയാട്ടെ. യിരെമ്യാ പ്രവാചകൻ ജനത്തോട് പറയും, നിങ്ങൾ ഇങ്ങനെ ശാഠ്യവും മത്സരവും ഉള്ളവരായി നിൽക്കുന്നതിനാൽ മുൻമഴയും പിന്മഴയും നിങ്ങൾക്ക് നഷ്ടമായിരിക്കുന്നു. 5-ാം അധ്യായം 24-ാം വാക്യം. 5-ാം അധ്യായം 25-ാം വാക്യത്തിൽ അദ്ദേഹം പറയുന്നു, നിങ്ങളുടെ നന്മയ്ക്ക് മുടക്കം വന്നിരിക്കുന്നു. അനാഥർക്ക് വ്യവഹാരം നടത്താതെ, ദരിദ്രർക്ക് ന്യായപാലനം ചെയ്തു കൊടുക്കാതെ നിങ്ങൾ ഇങ്ങനെ മത്സരികളായി ശാഠ്യമുള്ളവരായി ഹൃദയത്തിൽ മാറുന്നത് എന്തുകൊണ്ടാണ് എന്ന് പ്രവാചകൻ ചോദിക്കുന്നു. അതിനാൽ ദൈവജനം, ദൈവസഭ വിളിക്കപ്പെട്ട ഉത്തരവാദിത്വത്തിൽ നിന്നും ഉദ്ദേശത്തിൽ നിന്നും പിന്മാറി stubborn-ആയി റെബല്യസ് ആയി പോകുന്നതിനെ എക്കാലത്തും നമ്മൾ വിമർശിക്കണം. ഇക്കാലത്തും അത് വിമർശിക്കണം, വരും കാലത്തും അങ്ങനെ തന്നെ ആകണമെന്നതാണ് എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ. ഇൻസ്റ്റെഡ് ഓഫ് rebellious and stubborn heart, let the church fear the Lord so that the justice and right of the poor will not be destroyed and dismantled. നമ്മൾ എപ്പോഴും ഓർക്കേണ്ടുന്നത് സഭ വിളിക്കപ്പെട്ടിരിക്കുന്നതിന് വേണ്ടിയാണ്. ഈ ഐക്യത എന്നതിന് തടസ്സമാകരുത് നമ്മുടെ ഹൃദയ കഠിനതയും ശാഠ്യവും മത്സരവും. മറിച്ച് ഈ ഐക്യത എന്തിനു വേണ്ടിയാകണം? ഫിയർ ദ ലോർഡ്. ടു ഫിയർ ദ ലോർഡ് നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ നിശ്ചയമായും നാം കുറെ അധികം നന്മകൾ ചെയ്യത്തക്ക രീതിയിൽ, അല്ലെങ്കിൽ ജസ്റ്റിഫയബിൾ ആയി, പീസ്ഫുൾ ഓറിയന്റഡ് ആയിട്ടൊക്കെ പ്രവർത്തിപ്പാനായിട്ട് ഇടയാകും. തരംഗപ്പാടി ചർച്ചയിൽ നാം കണ്ട ദൈവഹിതം തിരയൽ stubborn ആൻഡ് rebellious ഹാർട്ടിൽ നിന്നും പിൻപോട്ടുള്ള പോക്കല്ല, മുമ്പോട്ടുള്ള പോക്കായിരുന്നു. അവിടെയൊക്കെ നമ്മൾ അങ്ങനെയാണ് കാണുന്നത്. എന്നാൽ നമുക്കതിന് ഇപ്പോൾ സാധിക്കുന്നു എന്നുള്ളൊരു ചോദ്യം നിലനിൽക്കും. ഒന്നാമതായി, ഇൻസ്റ്റെഡ് ഓഫ് stubborn ആൻഡ് rebellious heart we need the fear of the Lord. അങ്ങനെ ഒന്ന് വന്നാൽ തീർച്ചയായിട്ടും ഈ ഐക്യ പരിശ്രമങ്ങളിലൂടെ അനേകം ആളുകൾക്ക്
ന്യായപാലനം ചെയ്യുന്നതിനും നീതി ചെയ്യുന്നതിനും നമുക്ക് സഹായകരമാകുമെന്നാണ് യിരെമ്യാ പ്രവാചകൻ നമ്മളോട് പറയാനായിട്ട് ശ്രമിക്കുന്ന ഒരാശയം. രണ്ടാമതായിട്ട് പറയുന്നത് റോമൻസിൽ നിന്നാണ്. രണ്ടാമത്തെ കാര്യമായി ഞാൻ സൂചിപ്പിക്കുന്നത് ഹോണർ ഗോഡ്സ് വേർഡ് ഇൻസ്റ്റെഡ് ഓഫ് ബ്രേക്കിംഗ് ദ ലോ. ദൈവത്തിന്റെ വചനത്തെ ആദരിക്കുക ദൈവത്തിന്റെ വചനത്തെ തിരസ്കരിക്കുന്നതിന് ബദലായി. റോമാലേഖനം 2-ാം അധ്യായം 19 മുതൽ 24 വരെയുള്ള വേദഭാഗങ്ങളിൽ പൗലോസ് പങ്കുവയ്ക്കുന്ന ആശങ്ക നമ്മെ ഒത്തിരി ചിന്തിപ്പിക്കണം. വഴി കാട്ടുന്നതിനും വെളിച്ചം നൽകുന്നതിനും മൂഢരെ പഠിപ്പിക്കുന്നതിനും ഉപദേശിക്കുന്നതിനുമായി സഭയ്ക്ക് ജ്ഞാനത്തിന്റെയും സത്യത്തിന്റെയും സ്വരൂപമായ ന്യായപ്രമാണം തന്നിട്ടുണ്ട്. റോമാലേഖനം 2-ാം അധ്യായം 19 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ We were received of the embodiment of knowledge and truth. പക്ഷെ നാം ഈ ന്യായപ്രമാണത്തെ പിന്തുടരാതെ ന്യായപ്രമാണ ലംഘകരായി മാറിയെന്ന പൗലോസിന്റെ വിമർശനം ഇന്നും കാലികമായിട്ട് നിലനിൽക്കുകയാണ്. മോഷ്ടിക്കരുത് എന്നറിഞ്ഞിട്ടും മോഷ്ടിക്കുന്നു. വിഗ്രഹങ്ങളെ വെറുക്കണം എന്നറിഞ്ഞിട്ടും ക്ഷേത്രം കവരുന്ന തരത്തിൽ കണ്ണിൽ ലഭിച്ച, ജീവിതത്തിൽ ലഭിച്ച ജ്ഞാനത്തിന്റെയും സത്യത്തിന്റെയും വചനം മറുത്തുകൊണ്ട് നാം എവിടെയൊക്കെയോ എങ്ങനെയൊക്കെയോ ന്യായപ്രമാണ ലംഘകരായി തീരുന്നു എന്നുള്ളതാണ് ഒരു പ്രശ്നം. വചനത്തിൽ നിന്നും മാറി സഭയ്ക്ക് ഒരു നിലനിൽപ്പുമില്ല. വചനം ജഡം ധരിച്ചു നമ്മുടെ ഇടയിൽ പാർത്തു എന്നല്ലേ നമ്മൾ വായിക്കുന്നു. അവന്റെ പേര് ക്രിസ്തു എന്നായിരുന്നു. വചനത്തിനപ്പുറമായി മറ്റൊന്നിനും പ്രാധാന്യം നൽകുന്ന യാതൊരു ഐക്യതയും ഉണ്ടാകാൻ പാടില്ല. ഐക്യതയിൽ വചനമായിരിക്കണം പ്രധാനപ്പെട്ടത്. സഭായിക്യ പരിശ്രമങ്ങളിലെല്ലാം ഉണ്ടാകേണ്ടുന്നത് വചനമായിരിക്കണം. നാം ഓർത്തുവെക്കേണ്ടുന്നത് ജ്ഞാനവും സത്യവും വചനമായി തീർന്നു. അവൻ ക്രിസ്തു ആയിരുന്നെങ്കിൽ ക്രിസ്തുവാകണം, വചനമാകണം, ജ്ഞാനമാകണം. ഈ അടിസ്ഥാന തത്വം എന്തിൻ്റെത്? ഐക്യം. മറ്റൊന്നും ആവാൻ പാടില്ല. അപ്പോൾ അതിനു വേണ്ടി പലതിനെയും, ഈ വചനത്തിന് വേണ്ടി പലതിനെയും നാം വിട്ടുകൊടുക്കേണ്ടതുണ്ട്. ചിലതൊക്കെ വേണ്ടെന്ന് വെക്കേണ്ടതുണ്ട്. വചനത്തിൽ നിന്ന് പുറകോട്ട് പോകാനാവില്ലല്ലോ. വചനമാണ് ഇമ്പോർട്ടന്റ്. ഇന്ന് നാം മറന്നു പോകുന്ന ഒരു കാര്യമാണ് ദൈവത്തിന്റെ സമൂഹം, ദൈവത്തിന്റെ നാമം സമൂഹത്തിൽ ദുഷിക്കപ്പെടുന്നതിന് കാരണമാകരുത്. റോമാലേഖനം 2-ാം അധ്യായം 24-ാം വാക്യത്തിൽ പൗലോസ് അത് പറയുന്നുണ്ട്. ദൈവത്തിന്റെ നാമം നിങ്ങൾ നിമിത്തം സമൂഹത്തിൽ ദുഷിക്കപ്പെടുന്നു. അദ്ദേഹത്തിന്റെ ഒരു പരാതിയാണ്. അത് ഇന്നും കാലികമായിട്ട് തുടരുന്ന ഒരു പരാതിയുമാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ജ്ഞാനഹീനമായും സത്യവിരുദ്ധമായും സഭ പൊതുവിടങ്ങളിൽ ദുഷിക്കപ്പെടുന്നത് നാം കണ്ടുകൊണ്ടേയിരിക്കുന്നു. അത് ഐക്യതയിൽ നാം അഡ്രസ് ചെയ്യേണ്ടുന്ന ഒരു വിഷയമാണ്. We are all answerable for the blasphemy that happens to the church in the larger society because of our deviation from knowledge and truth that is Christ. അതുകൊണ്ട് CCIയുടെ ഐക്യ ചർച്ചകളിൽ ദൈവവചനത്തിന്റെ പ്രാധാന്യത്തിലുള്ള ഐക്യതയിലേക്ക് പോകാനായിട്ടാണ് ശ്രമിക്കേണ്ടത്. ദൈവവചനം വിട്ട് കളഞ്ഞിട്ടുള്ള യാതൊന്നും ഐക്യ ചർച്ചകളിൽ ഉണ്ടാകാനേ പാടില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ തിയോളജിക്കൽ കമ്മീഷൻസ് ഒക്കെ ഉണ്ടാക്കിയത് തന്നെ. ഞാനതവിടെ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. മൂന്നാമതായി പറയാനായിട്ടുള്ളത് മത്തായി സുവിശേഷത്തിൽ നിന്ന് സുവിശേഷമായി വായിച്ചു കേൾക്കുന്ന ഭാഗത്തു നിന്നാണ്. അവിടെ നാം ഓർക്കേണ്ടത് ഫോളോയിങ് ജീസസ് മോഡൽ ഓഫ് സെർവൻഹുഡ് എന്നതാണ് പ്രാധാന്യം. നമ്മൾ ഈ ഫരീസി മോഡലാണോ ജീസസ് മോഡലാണോ ഫോളോ ചെയ്യേണ്ടത്? അപ്പൊ ഞാൻ ആ പോയിന്റ് പറയാനായിട്ട് ശ്രമിക്കുന്നത് ഇങ്ങനെയാണ്. ഇൻസ്റ്റെഡ് ഓഫ് ഫോളോയിങ് ദ ഫരീസി മോഡൽ, the church, the efforts of unity has to follow the model of Jesus Christ. അതെന്താണെന്നൊന്ന് വിശദീകരിക്കാനായിട്ട് ശ്രമിക്കാം. The Pharisees and the teachers of the law sit in Moses' seat. അല്ലെ, അവിടെ നമ്മൾ വായിക്കുന്ന അങ്ങനെയാണ്. 23-ാം അധ്യായം മത്തായി സുവിശേഷം തുടങ്ങുമ്പോൾ അങ്ങനെയാണ്. പരീശന്മാരും ന്യായശാസ്ത്രിമാരും മോശയുടെ പീഠത്തിൽ ഇരിക്കുന്നു എന്ന് പറഞ്ഞാണ് മത്തായി തന്റെ സുവിശേഷം 23-ാം അധ്യായം ആരംഭിക്കുന്നത്. വെറസ് ജീസസ് എന്താണ് പറയുന്നത്? ജീസസ് പറയാണ് സെർവൻഹുഡ് മോഡൽ. ഇപ്പൊ പരീശന്മാരും ന്യായശാസ്ത്രിമാരും മോശയുടെ പീഠത്തിലിരിക്കുന്ന, സുപ്രീമസിയുടെ പീഠത്തിലിരിക്കുന്ന ഒരു സംഭവം നമ്മൾ കാണുമ്പോൾ ജീസസ് വേറെ ഒരു കാര്യമാണ് പറയുന്നത്. വളരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പറയണത്. എന്താന്ന് നോക്കാം.
മോശയുടെ പീഠത്തിൽ ഇരിക്കുന്നവരെ കുറിച്ച് യേശു എന്താണ് പറയുന്നത്? അവർ പ്രധാനികളും പ്രമാണികളുമാണ്. അവർ പറയുന്നത് ഒന്നും ചെയ്യുന്നില്ല. ഘനമുള്ള ചുമട് അവർ മനുഷ്യരുടെ തോളിൽ വെച്ചു കൊടുക്കുന്നു. അവർ ഒന്ന് താങ്ങിക്കൊടുക്കുകയോ ചുമടെടുക്കുകയോ ചെയ്യുന്നില്ല. തങ്ങളുടെ പ്രവൃത്തികൾ മറ്റുള്ളവർ കാണേണ്ടതിനായിട്ട് അവർ ചെയ്യുന്നു. അത്താഴത്തിൽ അവർക്ക് മുഖ്യസ്ഥലവും അങ്ങാടിയിൽ അവർക്ക് വന്ദനവും അവർക്ക് വേണം. അവർ അത് പ്രതീക്ഷിക്കുന്നു. പള്ളിയിൽ മുഖ്യാസനം ഇവർക്ക് വേണം. മനുഷ്യർ റബ്ബി എന്ന് വിളിക്കണമെന്ന് അവർക്ക് ശാഠ്യമുള്ളത് പോലെ തോന്നുന്നു. നായകർ എന്ന പേര് അവർക്ക് കിട്ടണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. വലിയവൻ എന്ന പേര് അവർ പ്രതീക്ഷിക്കുന്നു. ഇതാണ് മോശയുടെ പീഠത്തിലിരിക്കുന്ന ന്യായശാസ്ത്രിമാരെ കുറിച്ചും പരീശന്മാരെ കുറിച്ചും അവരുടെ മോഡലിനെ കുറിച്ചും യേശുവിന്റെ വിമർശനം. അത് കാലികമായി പ്രസക്തിയുണ്ട് പ്രിയപ്പെട്ടവരെ. മോശയുടെ പീഠം ഉയർന്ന പീഠമാണ്. ഈ പീഠത്തിൽ ഇരുന്നുകൊണ്ട് എങ്ങനെയാണ് ഐക്യത്തെ കുറിച്ച് നമുക്ക് പറയാനാവുക? ആവില്ല, തീർച്ചയായും. പക്ഷെ മോശയുടെ പീഠത്തിലിരിക്കുന്നവരാകാനല്ല, ശുശ്രൂഷ ചെയ്യുന്ന ക്രിസ്തുവിനെ പോലെ ആകാനാണ് സഭയുടെ വിളി. അതെങ്ങനെയാണ്? ഇന്ത്യയുടെ ഗ്രാമങ്ങളിൽ, നിരക്ഷരരുടെ ഇടയിൽ, സ്ത്രീകളുടെ ഇടയിൽ, ആലംബഹീനരുടെ ഇടയിൽ, സാമൂഹിക പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്നവരുടെയും ജീവിക്കുന്നവരുടെയും ഇടയിൽ, സാമ്പത്തിക പരാധീനതയിൽ ജീവിക്കുന്നവരുടെ ഇടയിൽ, ഭരണകൂട ഭീകരതകളെ കുറിച്ച് ഓർത്ത് വിഹ്വലരാകുന്നവരുടെ ഇടയിൽ, പട്ടിണിയും ദാരിദ്ര്യവുമായി ജീവിക്കുന്നവരുടെ ഇടയിൽ ക്രിസ്തു ആകാനായിട്ടാണ് ഐക്യസഭയെ ദൈവം വിളിക്കുന്നത്. മോശയുടെ പീഠത്തിൽ പരമോന്നതമായി ഇരിക്കാനല്ല. അവിടെയാണ് ഓർക്കേണ്ടുന്നത് പ്രിയപ്പെട്ടവരെ, കുന്നുകൾ താഴ്ന്നും താഴ്വരകൾ പൊങ്ങിയും വരട്ടെ, സമതലമാകട്ടെ. ഐക്യതയ്ക്ക് ഇവിടെയാണ് പ്രസക്തി ഉണ്ടാകുന്നത്. ഐക്യതയ്ക്ക് ഇവിടെയാണ് പ്രസക്തി ഉണ്ടാകുന്നതും. അതുകൊണ്ട് ജീസസ് ഒരു വേറൊരു മോഡൽ പറഞ്ഞു വെക്കുകയാണ്. ആ മോഡൽ എന്താണ്? സെർവൻഹുഡ് മോഡലാണ്. നമ്മൾ ഈ CCI കുറിച്ച് പറഞ്ഞു വന്നപ്പം മിഷൻ ഒരുമിച്ച് ചെയ്യുന്നതിനെ കുറിച്ചുള്ള സാധ്യതകളെ കുറിച്ച് ആരായുന്നതിന് വേണ്ടി ഒരു മിഷൻ ഡെസ്ക് തന്നെ രൂപീകരിച്ചു എന്ന് പറഞ്ഞു. CCI വരേണ്ടുന്നത് അവിടേക്കാണ്. കമ്മ്യൂണിയൻ ഓഫ് ചർച്ചസ് ഇൻ ഇന്ത്യയിൽ പങ്കാളികളാകുന്ന ഓരോ സഭയും, മാർത്തോമാ ചർച്ച്, CSI, CNI, എല്ലാവരും വരേണ്ടുന്നത് അവിടേക്കാണ്. ഈ ഭാരതത്തിന്റെ സുവിശേഷീകരണത്തെ കുറിച്ച്, ഭാരതത്തിന്റെ സാമൂഹ്യ അവസ്ഥകളിലേക്കുള്ള ഇടപെടലിനെ കുറിച്ച് നന്നായി ചിന്തിക്കുന്ന, നന്നായി ആലോചിക്കുന്ന, നന്നായി പദ്ധതി വിഭാവനം ചെയ്യുന്ന ഒരു സമൂഹമായിട്ട് ഈ ഐക്യ സംരംഭങ്ങൾ മാറണം എന്നതാണ് അതിന്റെ ഒരു പ്രത്യേകത. അവിടെയാണ് സെർവൻഹുഡിന് വലിയ പ്രാധാന്യമുള്ളത്. അവിടെയാണ് സെർവൻഹുഡിന് പ്രസക്തിയുള്ളത്. പീഠത്തിലിരിക്കാൻ അല്ല, താഴേക്ക് വരിക, സെർവന്റ് ആവുക. ഇത് തന്നെയാണ് തരംഗമ്പാടി ചർച്ചയിൽ നാം കണ്ടത്, റീകൺസ്ട്രക്ഷൻ ഓഫ് ഇന്ത്യ. അത് തന്നെയാണ് CCIയിൽ നമ്മൾ കാണുന്നത്, യൂണിയൻ എഫേർട്സ് ഓഫ് മിഷൻ ഇൻ ഇന്ത്യ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഒന്ന് വൈൻഡപ്പ് ചെയ്യുമ്പോൾ പ്രധാനമായും CNIയുടെ എന്താ പറയാ തീം പോലെ, CNIയുടെ ലോഗോയിൽ നമ്മൾ കാണുന്ന തീം പോലെ നമുക്ക് ഇതിനെ ഒന്ന് സംക്ഷിപ്തമായി ക്രോഡീകരിച്ചാൽ അതിങ്ങനെയാണ്: ഐക്യത്തിന് തടസ്സമാകുന്ന ശാഠ്യവും മത്സരവും അല്ലെങ്കിൽ സ്റ്റബേർനെസ്സും റിബല്യസ്നെസ്സും നാം ഉപേക്ഷിച്ചിട്ട് ഐക്യതയിലേക്ക് വരിക, യൂണിറ്റിയിലേക്ക് വരിക. രണ്ടാമതായി അതിനെ ക്രോഡീകരിക്കുമ്പോൾ ഇങ്ങനെ പറയാം: സഭയുടെ സാമൂഹിക സാക്ഷ്യത്തിന് വിഘാതമായ, സഭ സമൂഹത്തിൽ ദുഷിക്കുന്ന ജ്ഞാനവിരുദ്ധമായ, സത്യവിരുദ്ധമായ, വചനാധിഷ്ഠിതമല്ലാത്ത പഠിപ്പിക്കലുകളിൽ നിന്നും മാറിയിട്ട് സമൂഹത്തിൽ സാക്ഷ്യമുള്ള, വിറ്റ്നസ് ഉള്ളൊരു സമൂഹമായി CCI സമൂഹങ്ങൾ മാറുക എന്നതാണ്. മൂന്നാമതായിട്ട് അതിനെ ക്രോഡീകരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ പറയും: സഭയുടെ സാമൂഹിക ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാൻ ശ്രമിക്കാതെ പീഠങ്ങളിൽ ഇരിക്കുന്ന പ്രവണതകൾ, വന്ദനം ആഗ്രഹിക്കുന്ന പ്രവണതകൾ, റബ്ബി എന്ന് വിളിക്കുന്ന പ്രവണതകൾ, നായകൻ എന്ന് വിളിക്കുന്ന പ്രവണതകൾ, മുഖ്യസ്ഥലം കാക്ഷിക്കുന്ന പ്രവണതകൾ ഒഴിവാക്കിക്കൊണ്ട് ക്രിസ്തുവിനെ മാതൃകയാക്കി സേവനബദ്ധരായി നാം മാറണം. അവിടെയാണ് സർവീസ് വരുന്നത്. സോ യൂണിറ്റി, വിറ്റ്നസ് ആൻഡ് സർവീസ്, ഇതായിരിക്കണം സത്യത്തിൽ ചർച്ചസിന്റെ ഈ യൂണിറ്റിക്ക് വേണ്ടി പരിശ്രമിക്കുന്ന CCIയുടെ ലക്ഷ്യമായിട്ട് വരേണ്ടുന്നത് എന്ന് പറഞ്ഞു വെക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് പകലില് നമുക്ക് സഭകളുടെ ഐക്യത്തിന് വേണ്ടി ആഗ്രഹിക്കാം. ഞാൻ ആദ്യം പറഞ്ഞു തുടങ്ങിയത്, നമ്മളുടെ ഡൈവേഴ്സിറ്റി കീപ്പ് ചെയ്തോളൂ. പക്ഷെങ്കിൽ യാതൊരു തരത്തിലും ഈ ഡൈവേഴ്സിറ്റി
നമുക്ക് ഒരു വിലങ്ങുതടി ആകാനായിട്ട് പാടില്ല. സുപ്രീമസിക്ക് ഒരിക്കലും ശ്രമിക്കാനും പാടില്ല. നിങ്ങൾ ഡിഫറൻസ് സ്കീപ്പ് ചെയ്തല്ലോ, ഞാൻ എൻ്റെ ഡിഫറൻസ് സ്കീപ്പ് ചെയ്താട്ടെ. അത് സെപ്പറേഷന് വേണ്ടിയാവരുത്, കോപ്പറേഷന് വേണ്ടിയാവരുത്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഊന്നൽ കൊടുത്തുകൊണ്ടും ഐക്യതയുടെ പുതിയ സംരംഭങ്ങൾ, പുതിയ സാധ്യതകൾ തുറക്കാനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു. നമ്മൾ ഒന്നാകുന്നത് പോലെ ഇവരും ഒന്നാകണമേ എന്നുള്ള ക്രിസ്തുവിന്റെ പ്രാർത്ഥനയെ ശിരസാവഹിക്കുന്നതിനും കയ്യിലെടുത്ത് താലോലിക്കുന്നതിനും ഹൃദയത്തിൽ സൂക്ഷിക്കുന്നതിനും തമ്പുരാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ആലോചനയെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ലഭിച്ച ആലോചനയ്ക്ക് നന്ദി. ഞങ്ങളോ ബലഹീനർ, നീ ഞങ്ങളെ ഉപയോഗിച്ചാലും. ദൈവമേ, ഈ സഭയെ അവിടുന്ന് വിപുലപ്പെടുത്തണമേ, ഐക്യപ്പെടുത്തണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒന്നാകുന്നത് പോലെ സഭയെയും അങ്ങനെ ഒന്നാക്കണമേ. ഞങ്ങൾക്ക് ലഭിച്ചതായ ദൈവികമായ ആലോചന ഞങ്ങൾക്ക് സഹായകരമാകണമേ എന്ന് അപേക്ഷിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. പ്രിയപ്പെട്ടവരെ, കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ, നമ്മുടെ പരിശ്രമങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.